തിരഞ്ഞെടുപ്പിനു ശേഷവും ലീഗ് സമസ്ത തർക്കം അത് തുടരുകയാണ്. സംഘടനകളുടെ മുഖപത്രങ്ങളിലൂടെയാണ് ഇരു വിഭാഗവും തമ്മിലുള്ള തർക്കം തുടരുന്നത്. മുഹമ്മദ് ഷഹീദുണ്ട്. ഷഹീദ്, ഈ തർക്കത്തിന് ഒരവസാനവുമില്ല. ഇന്നലെ ഈ സുപ്രഭാതത്തില് മുഖപ്രസംഗം വന്നു. അതിനുശേഷം അവർ തന്നെ അതിലൊരു വിശദീകരണം നൽകി. അടുപ്പമുണ്ട്, ലീഗിനോട് അടുപ്പമുണ്ട് എന്ന് വെച്ചിട്ട് പരസ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് മറ്റും ഈ താല്പര്യവുമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നൊരു വിശദീകരണവും നൽകിയിരുന്നു. ഇന്നിപ്പോൾ ചന്ദ്രികയിലും വന്നിട്ടുണ്ട് സമാനമായ രീതിയിൽ മറ്റൊരു മുഖപ്രസംഗം. അങ്ങനെ തർക്കം മൂർച്ഛിക്കുകയാണല്ലോ. സേതുലക്ഷ്മി, ഈ സമസ്തയും മുസ്ലിം ലീഗുമായുള്ള തർക്കം നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ രണ്ട് സംഘടനയുടെയും മുഖപത്രങ്ങൾ ഇപ്പോൾ ഈ തർക്കം ഏറ്റുപിടിച്ചിരിക്കുന്നു. നേരിട്ടുള്ള ഒരു പോരിലേക്ക് ലേഖനം എഴുതി അതിനുള്ള മറുപടിയും വിമർശനവുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. സുപ്രഭാതത്തിൽ ഇന്നലെ വന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനത്തിൽ മറുപടിയായാണ് ഇന്ന് ചന്ദ്രികയിൽ ലേഖനം ഉണ്ടായിരിക്കുന്നത്. അതായത് സുപ്രഭാതം പത്രം ഈ സമുദായത്തിൽ വിള്ളലും ആഘാതവും ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഗിനെ അപരനായി കണ്ട് ശത്രുവിനോടെന്ന പോലെയാണ് സുപ്രഭാതം കഴിഞ്ഞ കാലങ്ങളിൽ പെരുമാറിയതെന്ന് ഈ ലേഖനത്തിൽ മോയിൻ മലയമ്മ എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ഒരു എഴുത്തുകാരനും ഈ പാണക്കാട് സാദിഖലി തങ്ങളുമൊക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ ലേഖനം. ലീഗ് സമസ്ത അണികൾക്കിടയിൽ പരമാവധി ഛിദ്രതയുണ്ടാകാൻ സുപ്രഭാതം ആവേശം കാട്ടിയെന്ന് ഈ ലേഖനത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ലീഗ് വിരുദ്ധത പരമാവധി പ്രചരിപ്പിച്ച് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതായത് CPM-നുള്ള ഒരു വോട്ടാക്കി മാറ്റാൻ, തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ സുപ്രഭാതം പ്രവർത്തിച്ചു തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF-ന്റെ പരസ്യം സ്വീകരിച്ചതിന് സുപ്രഭാതം പത്രം ലീഗ് പ്രവർത്തകർ കത്തിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഇതിനെ മറ്റൊരു തരത്തിൽ ലേഖനം ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിലും മുതലെടുപ്പ് നടത്താൻ സുപ്രഭാതം ശ്രമിച്ചു എന്ന് തുടങ്ങി അതിനിശിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനം സുപ്രഭാതം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പോരുണ്ടാകുമെങ്കിൽ പോലും അത് വളരെ പരോക്ഷമായിട്ടായിരുന്നു ഉണ്ടാകാറുണ്ടായിരുന്നത്. ഇത് രണ്ട് സംഘടനകളുടെയും മുഖപത്രങ്ങൾ തന്നെ നേരിട്ട് അത് ഏറ്റെടുത്ത് അത് വാദവും മറുവാദവും വിമർശനവുമായി പോകുന്നു എന്നുള്ളത് മറ്റൊരു തരത്തിലേക്ക് ഇവർ ലീഗ് സമസ്ത തർക്കം പോകുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ്. സേതുലക്ഷ്മി. ശരി ഷഹീദ്, പറഞ്ഞതുപോലെ ലീഗ് സമസ്ത തർക്കം അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. സംഘടനകളുടെ മുഖപത്രങ്ങൾ വഴി പോര് തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങളൊന്നും അവസാനിക്കുന്നുമില്ല.